ആരാ ഒപ്പിട്ടത്? പിണറായി വിജയൻ സർക്കാർ കൂടിയാലോചനകൾക്ക് ശേഷം ഒപ്പിട്ടിട്ടതിനെ ന്യായീകരിച്ചു അല്ലേ? ന്യായീകരിച്ചല്ലോ. എന്നിട്ട് പറഞ്ഞു പിൻവലിക്കാനുള്ള കത്തല്ല അയച്ചത്. ഞാൻ പത്രസമ്മേളനത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞത് മരവിപ്പിക്കാനുള്ള കത്ത്. ഈ മരവിപ്പിക്കാനുള്ള കത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ലേ സതീശൻ ജി എന്നുള്ളൊരു ചോദ്യം ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചാൽ എന്തുത്തരം പറഞ്ഞ് നിങ്ങൾക്ക് അതിനെ ന്യായീകരിക്കാനായിട്ട് സാധിക്കും? അതായത് നിങ്ങൾ തന്നെ പറയുകയാണ് പിണറായി വിജയൻ സർക്കാർ ഈ പറയുന്ന ഒരു PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതി മരവിപ്പിക്കാനായിട്ട് കത്തയച്ചു. ഈ മരവിപ്പിക്കുക റദ്ദാക്കുക എന്നൊക്കെ പറഞ്ഞ് രണ്ട് അർത്ഥത്തിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പർപ്പസ് ഒന്ന് തന്നെയാണ്. നടപ്പിലാക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നൊരു പാർട്ടി അത് മരവിപ്പിക്കാനായിട്ടൊരു കത്തയച്ചത്. കത്തയച്ചു എന്നുള്ളൊരു വാസ്തവമാണല്ലോ, നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കത്ത് ഓൾറെഡി അയച്ചു കഴിഞ്ഞിട്ടും പിന്നീട് ഭരണത്തിൽ വന്ന നിങ്ങൾക്ക് ഈ BJPയോടും അല്ലെങ്കിൽ സംഘപരിവാരങ്ങളോടും കടുത്ത വിയോജിപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ നടപടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതി അത് നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു കത്തയച്ചില്ല? നിങ്ങളെല്ലാവരും എന്താണ് ചെയ്തത്? നിങ്ങൾ ആ കത്തിന് പകരം നിങ്ങളത് നടപ്പിലാക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരവിപ്പിച്ച് വെച്ചിരിക്കുന്നൊരു സാധനം ആ മരവിപ്പീരൊക്കെ മാറ്റി ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ആ സാധനം ഒന്നുകൂടെ പൊടി തട്ടിയെടുത്തുകൊണ്ട് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു, അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുത്താമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ സംഘികൾക്ക് സംഘീയവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുകയല്ലേ ചെയ്തത്? ഈ ചോദ്യത്തിന് ഈ VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ പൂക്കി CM പറയുന്ന ഒരു കാര്യത്തിന് നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടികളുണ്ട് സാറേ. അതായത് നമ്മൾ പറയുകയാണ്, നിങ്ങൾ പറയുന്നു ഈ ഒരു പദ്ധതി അത് ഒപ്പിട്ട് കൊടുത്തത് ഈ പറയുന്ന പിണറായി സർക്കാരാണ്, അതുകൊണ്ട് തന്നെയും ഞങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള യാതൊരു പ്രൊവിഷനും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ള ആ പാർട്ടിയിലെ നേതാക്കന്മാർ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള പല പ്രസ്താവനകളും പല കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ നിലപാടെന്താണ്? നിങ്ങൾ എന്തെങ്കിലും ആ ഒരു കാര്യങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുന്നിലേക്ക് പോകുന്നതായിട്ട് ഞങ്ങൾ ആരും എവിടെയും കണ്ടിട്ടില്ല. നിങ്ങളുടെ ഈ വലിയ പ്രഹസനങ്ങളും വലിയ പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഇത് നടക്കുന്നതല്ലാതെ വേറെ ഒന്നും അവിടെ നടക്കുന്നില്ല. പിണറായി വിജയൻ ഒപ്പിട്ടത് കൊണ്ടാണ് ഞങ്ങൾക്കിത് നിർബന്ധിതമായിട്ട് നടപ്പിലാക്കേണ്ടി വരുന്നതെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ നിങ്ങൾ പിണറായി വിജയനൊക്കെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നില്ല സാറന്മാരെ, മേനോൻ സാറേ. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? എന്താണ് അതിനുള്ള നിങ്ങളുടെ മറുപടി? അല്ലെ എന്താണ് അതിനുള്ള ഉത്തരം? എന്താണ്? ഇതിനൊന്നും നിങ്ങളുടെ കയ്യിൽ ഉത്തരം കാണില്ലെന്ന്, നിങ്ങളുടെ അണികളുടെ കയ്യിലും നിങ്ങളുടെ കയ്യിലും ഒന്നും ഒരു ഉത്തരം കാണില്ല. കാരണം ഒരു ഉത്തരമില്ലാത്ത ചോദ്യം മാത്രമായിട്ട് അത് അവശേഷിക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോലും ഒരു വ്യക്തതയില്ല. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുക? എഗ്രിമെൻ്റ് കോപ്പി ഉയർത്തിയ മുഖ്യമന്ത്രി പിണറായി സർക്കാർ അയച്ചത് കത്ത് പിൻവലിക്കാനുള്ള കത്തല്ല, മരവിപ്പിക്കാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ മെഴുകുന്നത്. അങ്ങനെയെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയോട് അഭിലാഷ് മോഹൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ജേർണലിസ്റ്റ് പുലിക്കുട്ടി എന്ന് നമുക്ക് പറയാം, അയാൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് ഞങ്ങൾക്ക് മുൻപിലേക്ക് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുമായിട്ട് ഞങ്ങൾ ഒരിക്കലും മുന്നിലേക്ക് പോകാനായിട്ട് നിൽക്കില്ല എന്ന് ഈ വലതുപക്ഷത്തിന് പറയാൻ സാധിക്കാത്തതെന്നുള്ള ചോദ്യവുമായിട്ടാണ് അഭിലാഷ് മോഹനൻ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു വീഡിയോ കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാരിന് ഞങ്ങൾ PM ശ്രീ നടപ്പാക്കില്ല എന്ന് ഉറച്ചു പറയാൻ കഴിയാത്തത്? നിലപാടല്ലേ ഏറ്റവും പരമപ്രധാനമായ കാര്യം. നോക്കൂ, കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ 2ഇടത്താണ് BJP ഇതര സർക്കാരുകൾ വന്നത്. ഒന്ന് കേരളം, മറ്റൊന്ന് തമിഴ്നാട്. 2 സർക്കാരുകളും സർക്കാരിന്റെ നയം പ്രഖ്യാപിച്ചു. 2 നയപ്രഖ്യാപനവും നടത്തിയത് ഒരാളാണ് എന്ന സവിശേഷതയുണ്ട്. കേരളത്തിലെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിന് മുമ്പ് വന്ദേമാതരം പാടി. തമിഴ്നാട്ടിലെ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗ വേളയിൽ വന്ദേമാതരം ഇല്ല. കേരളത്തിലെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തെക്കുറിച്ച് ഒരു വരി വിമർശനമില്ല. തമിഴ്നാട്ടിലെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തെക്കുറിച്ച് വിമർശനമുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടാവുമല്ലോ. ഈ വിഷയം വളരെ സ്പെസിഫിക് ആയി ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. നിങ്ങൾ ആക്ഷേപിക്കുന്ന സംഘപരിവാറുകാരനായ ഗവർണർ ആ നയപ്രഖ്യാപനം അവിടെ നടത്തി. NEP നടപ്പാക്കില്ലെന്ന് വിജയിയുടെ സർക്കാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഞാൻ ആ വാചകം വായിക്കാം. The government will strongly oppose the National Education Policy 2022 എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടാനുള്ള പണത്തെക്കുറിച്ച് പറയുന്നത് the money due to Tamil Nadu under the Samagra Shiksha Abhiyan will be released only if the 3-language formula under the National Education Policy is implemented is unacceptable എന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ പറയുന്നത് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറ്റണമെന്നാണ്. 2 BJP വിരുദ്ധ സർക്കാരുകൾ, അതിൽ തമിഴ്നാട് സർക്കാരിന്റെ നിലപാട് അവർ നയപ്രഖ്യാപനത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. NEP നടപ്പാക്കാൻ പറ്റില്ല.
ഞങ്ങൾ വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ 3000 കോടിയിലധികം രൂപ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് തരില്ല എന്ന വാദം അൺആക്സെപ്റ്റബിൾ ആണ്. അവർ ഒരു തരത്തിലുള്ള സമവായത്തിനും ഒരു സമിതിക്കും മുന്നോട്ട് വെക്കുന്നില്ല. ഒരു സമിതി ഉണ്ടാക്കാനും അവർ ശ്രമിക്കുന്നില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയ പൊളിറ്റിക്സ് ആണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാരിന് ഞങ്ങൾ PMC നടപ്പാക്കില്ല എന്ന് ഉറച്ചു പറയാൻ കഴിയാത്തത്? വിദ്യാഭ്യാസ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഞങ്ങൾ PMC നടപ്പാക്കില്ല, ഫണ്ട് ഞങ്ങൾക്ക് വേണം, അതിന് നിയമപരമായ വഴികൾ സ്വീകരിച്ചു കൊള്ളാം എന്ന് എന്തുകൊണ്ടാണ് സർക്കാരിന് പറയാൻ പറ്റാത്തത്? അതിന് ആണത്വം എന്ന് പറയുന്ന ഒരു സാധനവും ഒറ്റത്തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്ന ഒരു സാധനവും ഇത് രണ്ടും വേണം. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഇവർക്ക് പറയാൻ സാധിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് അതിനെ തള്ളിക്കളയും, അല്ലെ എത്ര പേര് അതിനെ തള്ളിപ്പറയും? ആരും തള്ളിപ്പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സത്യാവസ്ഥ അത് തന്നെയാണ്. ഈ ഒരു PM-ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ കൂടി കിട്ടുന്ന ഫണ്ട്, ആ ഫണ്ട് ഒരു സംഘിപുത്രൻ്റെയും ഒരു സംഘിവൽക്കരണത്തിനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നവൻ്റെയും തന്തയുടെ വകയല്ല എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം, ഉറച്ച ബോധ്യമുള്ള ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ. പെട്ടെന്നൊരു ദിവസം മുഖ്യമന്ത്രി കസേരയിലേക്ക് പൊട്ടി വീണ് വന്നതൊന്നും അല്ലല്ലോ VD സതീശൻ. വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഒരു മനുഷ്യൻ തന്നെയല്ലേ VD സതീശൻ. അങ്ങനെയുള്ളൊരു VD സതീശന് ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാവില്ലേ? കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയല്ലേ സംഘികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംഘീവൽക്കരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിനെ വിറ്റ് അവരുടെ കാൽ ചുവട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നത്? എന്തൊരു നെറുകെട്ട രാഷ്ട്രീയമാണ് സതീശൻ ജി. നിങ്ങളെ നമ്പി നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങളുടെ എല്ലാം അണ്ണാക്കിലിട്ടടിക്കുന്ന രീതിയിലല്ലേ നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ഉറപ്പിച്ച് പറയാനായിട്ട്, അതായത് ഈ പരിപാടി ഞങ്ങളുടെ നികുതി പിരിച്ചിട്ടുള്ള ഫണ്ട് കൊണ്ട് ആ ഫണ്ട് തന്നെ തിരികെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിൽ മാത്രമേ ആ ഫണ്ട് റിലീസ് ചെയ്ത് തരൂ എന്ന് പറയുന്ന ആ വൃത്തികെട്ട സ്വഭാവം, ആ വൃത്തികെട്ട രാഷ്ട്രീയം മാറ്റണം. ഞങ്ങൾക്ക് ആ ഫണ്ട് അനുവദിച്ച് നൽകണമെന്ന് ചുറിയുറുക്കോട് കൂടി തൻ്റെ ഇടത്തോടു കൂടി നേർക്ക് നേർ നിന്ന് ചോദിക്കാനുള്ള ആണത്തവും ആർജവും വേണം. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ അവരുടെ മുൻപിൽ മുട്ടുമടക്കാതെ, അവർ പറയുന്ന കാര്യങ്ങളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാതെ, കുനിഞ്ഞു നിൽക്കാതെ, നെഞ്ചും വിരിച്ച് നിവർന്ന് നിന്നുകൊണ്ട് തന്നെ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് കിട്ടേണ്ട ഫണ്ട് അത് ഒരു സംഘികളുടെയും സംഘിപുത്രന്മാരുടെയും പേപ്പറിൽ ഒപ്പിട്ടിട്ടല്ല കിട്ടേണ്ടത്, അത് കിട്ടേണ്ട മാർഗത്തിൽ ഞങ്ങൾക്കത് നേരെ കിട്ടണം. ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, വിദ്യാഭ്യാസ രംഗത്തിന് ഉന്നതിയിലെത്തണമെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് കിട്ടിയേ മതിയാകൂ. ആ ഒരു വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ഒപ്പിട്ടതെങ്കിലും ഇത് സംഘികളുടെ സംഘീവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് സംഘികൾ ഒപ്പിടിയിപ്പിച്ചതെന്ന് മനസ്സിലായപ്പോൾ തന്നെ ആ ഒരു പദ്ധതി മരവിപ്പിക്കുവാനായിട്ട് കോടതിയും ഹൈക്കോടതിയും എല്ലാം സമീപിച്ചതാണ്. സംഘികളെല്ലാവരും കൂടി ഈ ഒരു സ്റ്റേക്കെതിരെ കോടതിയിൽ പോയൊരു വിഷയവും നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ സംഘപരിവാറിനെതിരെ സംഘടിതമായിട്ട് നിലകൊണ്ടൊരു പാർട്ടി തന്നെയായിരുന്നു CPM-ഉം CPIM-ഉം. അപ്പോൾ ഈ CPM-നോടും എല്ലാ ആളുകൾക്കും ബഹുമാനമാണ്, CPM-നോടും ബഹുമാനമാണ്. ഒപ്പിട്ടു എന്നുള്ളൊരു പേര് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ എല്ലാവരും കടന്നാക്രമിക്കുന്നത്. പക്ഷേ ഒപ്പിട്ടൊരു കാര്യം നടപ്പിലാക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി എങ്ങും എത്താതെ അവിടെ തന്നെ നിന്നു. എന്നാൽ പുതിയ സർക്കാർ വന്നപ്പോൾ, സംഘികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കാനായിട്ട് സർക്കാർ വന്നപ്പോൾ ഇവരെന്താ ചെയ്തത്? ആ ഒപ്പിട്ട സാധനത്തിനെ അങ്ങ് നടപ്പിലാക്കിയേക്കാന്ന് വിചാരിച്ചു. അതിന് പേര് പഴിചാരുന്ന ആരുടെ മേലാണ്? പിണറായി വിജയൻ ഒപ്പിട്ടതുകൊണ്ടല്ലേ നടപ്പിലാക്കിയത്, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലേക്ക് മെഴുകലുമായിട്ടെത്തി. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ ഇടയ്ക്ക് കാണാനിടയുണ്ടായത് സ്വകാര്യവൽക്കരണം. എന്താണ് സ്വകാര്യവൽക്കരണം? നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയെ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, അത് ഗവൺമെൻറ്റിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഒക്കെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തിനെ സ്വകാര്യവൽക്കരിക്കാനായിട്ട് നോക്കുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് കിട്ടുന്ന ഫണ്ട്, ആ ഫണ്ടിൽ നിന്ന് ഭീമമായിട്ടുള്ളൊരു തുക നികുതി ഇനത്തിൽ ഈടാക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് വലിയ കമ്മീഷൻ കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുകയാണ് അല്ലേ, ആ വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുമ്പോൾ നമുക്കവിടെ സ്പെയർ പാർട്സ് ഇല്ല. അപ്പോൾ സ്പെയർ പാർട്സ് നമ്മൾ വാങ്ങിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കടയിൽ നിന്നാണെന്ന് റെഫറൻസ് നമ്മൾ പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 100 രൂപയുടെ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടും എന്ന് പറയുന്നത് പോലെ ഇവിടെ നിന്ന് ഒന്നും കിട്ടുന്നില്ല. ആരോഗ്യ മേഖല വളരെ മോശപ്പെട്ടതാണ്. കിടക്കുന്ന രോഗികളുടെ കാലിലൊക്കെ പുഴുവരിക്കുന്നു, പാമ്പ് ICUവിൽ കയറുന്നു, കട്ടിൽ നിന്ന് താഴെ വീണ് മരണപ്പെടുന്നു, ഞരമ്പിനെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ കാല് വെട്ടിമാറ്റുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുക. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഭീമമായിട്ടുള്ള തുക, മിനിമം 15 ലക്ഷം രൂപ പോലും ഇല്ലാതെ ഒരു ആക്സിഡൻറ്റ് കേസ് പോലും നമുക്ക് അവിടെ നിന്ന് തീർത്തിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോരാന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നതിനുള്ള ഫസ്റ്റ് പ്രിക്കോഷൻ, ഫസ്റ്റ് സേഫ്റ്റിക്കുള്ള സാധനങ്ങൾ ഇവർ കൊടുക്കും. ആ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന പോലെ അത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ തന്നെങ്കിലേ പോകാൻ പറ്റൂ എന്ന് പറയുന്ന വട്ടിപ്പലിശക്കാർ പോലും ചെയ്യാത്ത തോന്നിവാസമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെ
അവരുടെ ഒരു ധാർഷ്ട്യത്തിന് മുൻപിൽ വഴങ്ങി അത് ഒന്നും ചെയ്യാനില്ലാതെ മകനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറക്കി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാർക്കും അവരുടെ താലിമാല വരെ താലി വരെ വിറ്റിട്ട് വേണം അവിടെ പണം അടയ്ക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആരോഗ്യ മേഖല, ഇന്ന് ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഏറ്റവും വലിയ വ്യവസായമായിട്ട് ഒരു ബിസിനസ്സായിട്ട് കാണുന്ന ആളുകളാണ് നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. അത് ഡോക്ടർമാരാണെന്ന് ഞാൻ പറഞ്ഞില്ല, അവരൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അതിൻ്റെ ഓണേഴ്സ്, ഇതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഓണറായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അതോറിറ്റിയിലുള്ള ഒരു ഓണറായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ആളായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കെല്ലാം വലിയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഒരുപാട് തുറക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഒരാളിനെ റെഫർ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന 2 ലക്ഷമാണെങ്കിൽ അവിടെ 10 ലക്ഷവും 15 ലക്ഷവും അവർ ഈടാക്കും. അതിൽ നിന്ന് 5 ലക്ഷം രൂപ ഈ സർക്കാരിന് കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് അറിയാൻ പോകുന്നത്? ഈ സർക്കാരിന് കിട്ടുന്നത് സർക്കാർ മുക്കും. അത് ഈ സർക്കാർ ആയതുകൊണ്ട് മുക്കും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കണം, അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കണം. അതിനു വേണ്ടിയിട്ട് വലിയ രീതിയിൽ പണിയെടുക്കുകയാണ് സതീശനാദികൾ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആർക്കാണ് ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്നത്? എല്ലാ പബ്ലിക് സെക്ടറിലും കോൺട്രാക്ട് ലേബറിനെയാണ് വെക്കുന്നത്. കോൺട്രാക്ട് ലേബറെ KMML ആളെടുത്തിട്ട് എത്ര നാളായി? IRL ആളെടുത്തിട്ട് എത്ര നാളായി? കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ TCCയിൽ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നിട്ട് എത്ര നാളായി? ഞാനവിടെയൊക്കെ യൂണിയൻ പ്രസിഡന്റാണ്. ഒരു പുതിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള ജോലിയിൽ നിന്ന് ആള് റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ലേബറെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ടുപോകുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ട് എത്ര നാളായി? ഈ ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയില്ലേ? ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയത് ടെൽക്ക് പൂട്ടലിന്റെ വക്കിലാണ്. അഗ്രോ മിഷനറി കോർപ്പറേഷൻ പൂട്ടലിന്റെ വക്കിലാണ്. ട്രാവൻകൂർ സിമന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്. ആരുടെ പണം എടുത്തുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നത്? നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്ചക്കറിൽ നിന്നുള്ള പണം, നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ഈ ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ പോലും പറ്റാതെ, റിട്ടയർമെന്റ് വേക്കൻസിയിൽ പോലും ഒരാളെ നിയമിക്കാൻ പറ്റാതെ ഉള്ള പബ്ലിക് സെക്ടറിൽ എടുത്ത് തലയിൽ വെച്ചിട്ട് സ്വകാര്യ നിക്ഷേപം പാടില്ല എന്ന് പറഞ്ഞാൽ ആ പോളിസിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് UDF ഗവൺമെന്റിന്റെ പോളിസി. ആദ്യമുള്ള നിക്ഷേപം ഒന്ന് നടപ്പിലാക്കി കാണിക്ക് സാറേ, എന്നിട്ട് നിങ്ങൾ ഈ സ്വകാര്യ നിക്ഷേപത്തിനായിട്ട് അഹോരാത്രം പണിയെടുക്കുക എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം ഈ ഒരു മേഖലയിൽ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത്, അല്ലെ സ്വകാര്യ മേഖല എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും നടന്നു പോയിക്കോളും. ആരുടെ കഴുത്ത് കീറിയിട്ടാണെങ്കിലും അവർ മേടിക്കാനുള്ളതെല്ലാം മേടിച്ചിട്ട് അവർ കൊണ്ടുപോകും. എന്നാൽ ഗവൺമെൻറ് സെക്ടറിലുള്ള, അല്ലെ ഗവൺമെൻറ്റിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളൊന്ന് മെച്ചപ്പെടുത്ത്. KSRTC KB ഗണേഷ് കുമാറും ഇടതുപക്ഷവും ഉണ്ടായിരുന്നുകൊണ്ട് മെച്ചപ്പെടുത്തിയ ഒരു മേഖലയാണ്. പൊതുഗതാഗതം മാത്രമല്ലല്ലോ, അതുപോലെ എത്രയെത്ര മേഖലകളുണ്ട്, എത്രയെത്ര ക്ഷേമ പെൻഷൻ്റെ കാര്യങ്ങളുണ്ട്. ഇതിലെന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക. അല്ലാതെ പബ്ലിക് സെക്ടറിലേക്ക് എല്ലാം കൊണ്ടങ്ങോട്ട് ഇട്ട് കൊടുക്കും, അതിൽ നിന്ന് കിട്ടുന്ന ഭീമമായിട്ടുള്ള തുക ഞങ്ങൾക്ക് സ്വന്തമാക്കാനാണ് എന്നുള്ളൊരു ചിന്താഗതി മാറ്റിവെച്ചിട്ട്, സ്വന്തം കീശ വീർപ്പിക്കുക എന്നുള്ളത് ആ ഒരു ചിന്താഗതി മാറ്റിവെച്ചിട്ട് കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുക. ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിച്ചത് ഇങ്ങനെ ഒരു സ്വകാര്യവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടല്ല, അല്ലെ സംഘീവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടല്ല. എന്തൊരു ഇരട്ടത്താപ്പും എന്തൊരു വൃത്തികെട്ട നയങ്ങളും ഒക്കെയാണല്ലേ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മുന്നിലേക്ക് വെക്കുന്നത്. ലേശമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ, ലേശമെങ്കിലും നാണം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടിയുമായിട്ട് ഇവർ മുന്നിലേക്ക് പോവില്ലായിരുന്നു. അനുഭവിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കഷ്ടം തന്നെയാണ്.